ഞങ്ങൾ പാമ്പ് മൈക്കാട് പോവുകയാണ്. അപ്പോൾ ബസ്സിലിരിക്കുകയാണ്. കുഞ്ഞും അമ്മയും ബാക്കിലുണ്ട്. ഈ ബസ്സിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞും അമ്മയും ബാക്കിലിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ബാക്കിലിരിക്കുകയാണ്. ഈ ബസ്സിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ടുള്ള ബസ്. രാജാവിനെ കാണാം. മഹാരാജാവ് കാണാൻ പോകുന്നു. അമ്മേ വീഡിയോയില് ലൈവ് വന്നിട്ട് പറയണാണ്. ഇവിടെ ബസ് അങ്ങോട്ട് പോകൂല. അപ്പൊ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരുത്തരാണ് ഇതേ ഫ്രണ്ടിൽ നടക്കുകയാണ്. അമ്മയും ഞാനും കൂടെ ബാക്കിൽ, അവൻ്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കണം. അമ്മയാണെങ്കിൽ ഇതേ ബാക്കിലുണ്ട്. കുറച്ച് നടക്കാനുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എത്രയോ വർഷമായി തോന്നണ്. ആദ്യം ഒരു 2018 ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. ഞാനും അമ്മയും കൂടെ വന്നാണ്. പിന്നെ ഇപ്പോഴാണ് വന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. ഞാനും ഈ നാട്ടിലുണ്ടായില്ല, അവനുണ്ടായില്ല. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ വരാനാണ്? അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം എല്ലാവരും കൂടെ ആയല്ലോ. അവനാണെങ്കിൽ അവിടെ നിന്ന് പോന്ന്, ഞാനാണെങ്കിലും അവിടെ നിന്ന് പോന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ നാട്ടിലായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. വരുന്ന വഴി കൊടുങ്ങല്ലൂർ അതിലാണ് വന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ അവിടെ താലപ്പൊലിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോകുമ്പോൾ കൊടുങ്ങല്ലൂർ ഇറങ്ങി താലപ്പൊലിയൊക്കെ ഒന്ന് കാണാനായിട്ട് കയറണം. അമ്മയുടെ ഒപ്പം നടക്കാം. അമ്മയ്ക്കാണെങ്കിൽ പയ്യെ നടക്കാൻ പറ്റുള്ളൂ, പാടില്ലാത്തതുകൊണ്ട് അമ്മയുടെ ഒപ്പം നടക്കാം. അവനാണെങ്കിൽ ഫ്രണ്ടിലേ പോകുന്നുണ്ട്. ഞങ്ങളെ മൈൻഡും കൂടെ ചെയ്യണില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം നടക്കും. ഞങ്ങളുടെ അമ്മ തമ്പുരാട്ടി കൗസില്യ ചോത്തിയുടെ ഒരേ ഒരു മോളാണ്. കൗസില്യ ചോത്തിയുടെ ഒരേ ഒരു മോള്. കൗസില്യ ചോത്തിയുടെ മോളൊന്ന് നോക്കി ചിരിച്ചേ. നോക്കിയേ, കൗസില്യ ചോത്തിയുടെ മോളെ പൊട്ടും തൊട്ടിട്ടില്ല, കണ്ണെഴുതിയിട്ടില്ല, ഒന്നുമില്ല. എല്ലാം നമ്മുടെ കൈ ചെല്ലണം. നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടോടും, കണ്ണെഴുതും, എല്ലാം ചെയ്യും. അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരത്തി പറയും എല്ലാം അവളെടുത്ത് വെച്ചേക്കാണ്, എല്ലാം അവളെടുത്ത് വെച്ചേക്കാണ്. ഒന്നും ഞാൻ നോക്കിയാൽ കാണൂല. എൻ്റെ പൊട്ടും എൻ്റെ കൺമഷിയൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. പൊട്ടായാലും കൺമഷിയായാലും എല്ലാം ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയിക്കും. എന്നിട്ട് ഞാനെടുത്ത് കൊടുക്കണം. ഞാനെടുത്ത് കൊടുത്താൽ മാത്രം തൊടും. അല്ലെങ്കിൽ എല്ലാം എൻ്റെ തലയിലോട്ടിടും. ഞാനെടുത്ത് അവിടെ മാറ്റി വെച്ച് ഇവിടെ മാറ്റി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കള്ളിയാണ്. ഞങ്ങളുടെ കൗസില്യ ചോത്തിയുടെ ഒരേ ഒരു മോളാണ് ഈ നടക്കണേ. കണ്ട ഓ, കൗസില്യ ചോത്തിയുടെ മോളാണ്. കൗസില്യ ചോത്തി ആരാണ്? എൻ്റെ അച്ഛനാ. അപ്പം ആ സുബ്രഹ്മണ്യൻ ആരാ? സുബ്രഹ്മണ്യൻ അമ്മേ. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാ സുബ്രഹ്മണ്യൻ്റെ മോള് കൗസില്യ ചോത്തിയുടെ മോള്. അയ്യോ, അമ്പലത്തിലോട്ട് കുറേ ദൂരം ഉണ്ടട്ടെ. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ബസ് ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ട എത്രയോ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനിപ്പോൾ എപ്പോൾ എത്താനാണെന്നാവോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിനും വലിയ വേടാണ് കേട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെ പോകണമെന്നൊക്കെ പറഞ്ഞ് അതിലാണ്. രാവിലെ പോകണമെന്ന് പറഞ്ഞ്, രാവിലെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റത് 8 മണിയായപ്പോഴാണ് ഞാനും അവനും എഴുന്നേറ്റത്. അത് കഴിഞ്ഞിട്ട് യാത്ര ആയത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് യാത്ര ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9:45 കണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഒരമ്പലത്തിൽ പോകണമെന്നാണ്, രാവിലെ തന്നെ പോകേണ്ടതല്ലേ. എന്നിട്ട് ചീത്ത മൊത്തം എനിക്കാണ് കേൾക്കുള്ളൂ. ഞാൻ റെഡി ആയില്ല, എനിക്ക് കുളിക്കാൻ സമയം വേണം, ഒരുങ്ങാൻ സമയം വേണമെന്നും പറഞ്ഞിട്ട് അമ്മയും മോനും കൂടെ എന്നെ ചീത്ത പറയും. എന്നിട്ട് അമ്മ പൊട്ടും തൊട്ടിട്ടില്ല, കണ്ണെഴുതിയിട്ടില്ല, ഒന്നുമില്ല. ഒരുത്തരാണ് നേരെ പോകണ്ടല്ല. ഇവിടെ അല്ലടാ, ഇവിടെ ഇങ്ങടെ അല്ലടാ. അവനാണെങ്കിൽ നേരെ പോകണ്ടല്ലോ. ഏട്ടനാണെങ്കിൽ മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് വരെയാണ്. ഓക്കെ,
കുഞ്ഞേട്ടൻ, എൻ്റെ കുഞ്ഞേട്ടനാണ്. ഏട്ടൻ വെയിലും കൊണ്ട് കിടക്കുകയാണ്. ഏട്ടൻ ഈ വെയിലൊന്നും പറ്റുന്നില്ല. പുള്ളിയില്ലേ, ഞാനിങ്ങനെ ഒരുങ്ങി കിടക്കുമ്പോൾ പുള്ളി എന്നെ കുറ്റം പറയും. എന്നെ എപ്പോൾ നോക്കിയാലും കളിയാക്കലാണ്. എന്തോരം പെൺപിള്ളേരാണ് നല്ല രീതിയിൽ ഒരുങ്ങി കിടക്കണം, അവരാരെയും കുറ്റം പറയൂല. എന്നെ മാത്രം ഞാൻ എന്ത് ചെയ്താലും എന്നെ എല്ലാത്തിനും കുറ്റം പറയും. ഇങ്ങനെ ഒരാങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാ? ഞാൻ മൂക്കുത്തി വെച്ചാലും അതിന് കുറ്റം പറയും, കമ്മലിട്ടാലും മാലിട്ടാലും എല്ലാത്തിനും കുറ്റം പറയും. ഈ ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരും ഇതിലും അടിപൊളിയായിട്ടാണ് നടക്കണേ. പക്ഷെ ഞാൻ നടക്കുമ്പോൾ മാത്രം ഞാൻ മറ്റേ പള്ളിയിൽ പോണ എന്നിട്ടാണ് കാതിലില്ല കഴുത്തിലില്ല കണ്ണെഴുതാണ്ടും പൊട്ടോടാണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ കൂടെ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ഒന്നിനും സമ്മതിക്കില്ല. പോവാന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും പച്ചപ്പാടാണ്. ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിലോട്ട് നടക്കുകയാണ്. ഇതേ അമ്മയും മോനും കൂടെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ ഇവിടുത്തെ ഇവിടെ ഞങ്ങളെത്തി കഴിഞ്ഞപ്പോൾ അമ്മേനെ കാണാനില്ല. അമ്മേനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മിസ്സായിപ്പോയി. ബാത്റൂമിൽ പോകണമെന്ന് പറയണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് ആളെ കാണാനില്ല. ഞങ്ങളിവിടെ കട്ട പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അമ്മനെ കാണാണ്ടായി പോയി. അമ്മ ഇവിടെ പോയിന്നൂടാ, വാഷ്റൂം ഇവിടെ അവിടെ ഒന്നും കാണില്ലേ, അങ്ങോട്ട് പോയിന്നോ. ഇവിടെ മറ്റേ ദൈവന്നി എവിടെ നിൽക്കണ്, അവിടെ നിന്ന് വിളിക്കണ്. അങ്ങോട്ട് പോണു, ഓടിപ്പോണു. കണ്ട് ഞങ്ങൾ വെറുതെ അമ്മേനെ മിസ്സായി പോയിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അമ്പലത്തിൻ്റെ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നദാനം കൊടുക്കുമെന്ന് കേട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. എവിടെ തീറ്റ കണ്ടായാലും അവിടെ ഓടിച്ചെല്ലും. അതാണ് ഈ സാധനം. ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിലും കിട്ടും, അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലും കിട്ടും. 16 അടി തരത്തിന് പോയി അവിടെ തിന്നാൻ പോകും. എല്ലാ സ്ഥലത്തും നിന്ന് തീറ്റ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഓടിച്ചെല്ലും. ഇവിടെ ഫ്രീ ആയിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അവനങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്നെ വരാൻ കിട്ടുന്നൊരവസരവും പാഴാക്കില്ല. ഇവിടെ നിന്ന് പായസമൊക്കെ കിട്ടും. പക്ഷേ പായസം ഒരാളുടെ ഒരു തീറ്റ കഴിഞ്ഞിട്ടാ. എന്നിട്ട് ഞാൻ തിന്നണ്ടായില്ല, എൻ്റെ അടുത്ത് തിന്ന്. ഇത് ലാസ്റ്റ് എന്താണ് മൊത്തം ഞാനാണ് തിന്നണേ. ഇത് എൻ്റെ കദളിപ്പഴവും എൻ്റെ പായസവും തിന്ന. ഒരാളുടെ തീറ്റ നേരത്തെ കഴിഞ്ഞ്. എന്നിട്ട് ലാസ്റ്റ് പറയണത് എന്താണ്, ഫുഡ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ എത്തുന്നു. അമ്മ കണ്ട അവിടെയാണ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിംസും വരും. ഇഷ്ടംപോലെ തട്ടോട്ട് ചേച്ചിമാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ഏത് മതക്കാർക്കും ഇവിടെ വരാം എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. എല്ലാ അമ്പലത്തിലും അങ്ങനെ ഉണ്ടാവില്ല. ചില അമ്പലങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഇവിടെ മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാചാരം. ഇവിടെ മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മതക്കാർക്കും വരാം. ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് ഇഷ്ടം പോലെ വന്നത് കാണാറുണ്ട്. പിന്നെ ക്രിസ്ത്യൻസിനെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. മുസ്ലിംസ് തട്ടമിട്ടുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് അവരെ മനസ്സിലാവും. പക്ഷേ ക്രിസ്ത്യൻസ് പിന്നെ തട്ടം അങ്ങനെ ഇടാത്തതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം തന്നെ ഞങ്ങളിവിടെ വന്ന് ഈ പായസം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരുന്നത് മൊത്തം മുസ്ലിംസാണ്. എന്നിട്ട് അവരും ഇവിടുന്ന് പായസവും ഇവിടുത്തെ നിവേദ്യങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവരും കഴിക്കുന്നത് കണ്ടു. അപ്പോഴേക്ക് അങ്ങനെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ പാത്രം കണ്ട ആ പാത്രത്തിൽ നിന്ന് ആവശ്യമുള്ള പാത്രങ്ങൾ ഫുഡിന് വേണ്ടി എടുത്തുകൊണ്ടുവന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് കഴുകണം കേട്ടോ. ചോറൊക്കെ തീറ്റയും കഴിഞ്ഞ് അമ്മയമ്മനും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങളിവിടെ റിലാക്സ് ചെയ്യണം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞങ്ങൾ റിലാക്സ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ പങ്ക പോലെ ഒരു ഫാൻ ഇട്ടാ. ഞാൻ ഫാൻ ഇട്ടിട്ട് അത് വേണോ വേണ്ടേന്ന് ഓർത്താണ് കറങ്ങണേന്ന് ഞങ്ങൾ വിചാരിച്ചു.
പക്ഷെ ഇവിടെ വന്നിരിക്കാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്. അതിൻ്റെ പയ്യാണ് കറങ്ങണമെങ്കിലും നല്ല കാറ്റാണ്. അപ്പം ഞാൻ സുബിയോട് പറയുകയും ചെയ്തേ, അത് ഇത്തിരി സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നല്ല കാറ്റുണ്ട്, സാധാ ഫാനിനേക്കാളും നല്ല കാറ്റുണ്ട്. അപ്പോൾ അത് ഇത്തിരി സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇരിക്കില്ല, പറന്നു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ഫാൻ ഞാൻ ഇവിടങ്ങളിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ട ഫാൻ കറങ്ങണത് പയ്യാണ് കറങ്ങണത്, പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അമ്മതേ ഇരുന്ന് ഉറങ്ങിയിട്ടാ. അമ്മയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ആൻറ്റിബയോട്ടിക്കാണ് ഇപ്പോൾ മെഡിസിൻ കഴിക്കണത്, അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്. അമ്മതേ ഉറങ്ങി. ഒരുത്തനും ഉറങ്ങാനുള്ള ഇതിൽ തയ്യാറെടുപ്പിലാണ്, കാലൊക്കെ നീട്ടി വെച്ച്. ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചല്ലോ, പക്ഷെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഉറങ്ങണം. അതൊരു അസുഖമാണ് പുള്ളിക്ക്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അപ്പം ഉറങ്ങണം, റിലാക്സ് ചെയ്യണം. ഇത് ആൻറ്റിബയോട്ടിക്കിലാണ് കിടന്നുറങ്ങണം. ഇത് ആൻറ്റിബയോട്ടിക് ഇല്ലാത്ത ഉറക്കം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ തോന്നൂല. ഇവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് പോകാൻ സത്യം പറഞ്ഞാൽ തോന്നില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കും. ഇവിടെ നല്ല തണലും പിന്നെ നല്ല കാറ്റുമാണല്ലോ. ഇത് നല്ലൊരു മനസ്സിനൊരു റിലാക്സേഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. ഒരാളിത് കണ്ട എൻ്റെ ഡ്രസ്സുമ്മൊക്കെ കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് കിടന്നുറങ്ങണത്. ഒരാളിത് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇതേ കാഴ്ചകളൊക്കെ കാണുന്നു. ഇതാണ് പാമ്പുമൈക്കാട് മന. മനയിലൊരു അമ്മയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അമ്മേനെ കണ്ട്. അപ്പം അമ്മ ഞങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മേനെ കണ്ടില്ല. ഇടയ്ക്ക് വരുമ്പോഴാണ് അമ്മേനെ കാണുന്നത്. അമ്മ ഈ മനയുടെ ഉള്ളിലാണ് അമ്മ ഉള്ളത്. ഇടയ്ക്ക് നമുക്ക് അമ്മേനെ കാണാൻ പറ്റും. എന്നിട്ട് അമ്മയോട് സംസാരിക്കാൻ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ വഴിപാടൊക്കെ ചെയ്യാൻ പറയും. ഞങ്ങൾ കുറച്ച് പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട് അമ്മേനെ. ഞാനും അമ്മയൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മേനെ കണ്ടില്ല. ആദ്യം കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലേറ്റായി. കുറേ പേര് അമ്മേനെ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ കണ്ട്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി. അപ്പോഴേക്കും അമ്മ അകത്തോട്ട് പോയി. അമ്മ ഇത്ര ടൈം തുടങ്ങി ഇത്ര ടൈം വരെ വരുള്ളൂ. ആ ഇറങ്ങി വന്നത് അമ്മയല്ല കേട്ടോ, അത് അവിടുത്തെ ഒരു ചേച്ചിയാണ്. അതിൻ്റെ ഉള്ളിലുണ്ട് അമ്മ. ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ. ഒക്കെ നല്ല ഉറക്കത്തിലാണ്. ഈ പാമ്പുമൈക്കാട് മനയിലോട്ട് വരാനായിട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം വഴി. ഞങ്ങൾ പറവൂർ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറും. കൊടുങ്ങല്ലൂർ മൂത്തുന്നം വഴി തന്നെ കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറിയിട്ട് കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ വന്നിറങ്ങും. അയ്യോ എൻ്റെ മൂക്കുത്തിയാണെങ്കിൽ പോകുന്നു. മൂക്കുത്തി വപ്പാണെന്ന് എല്ലാവരും അറിയും. അപ്പോൾ കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിറങ്ങാം. പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ മേക്കാട് വണ്ടിയുണ്ട്, പാമ്പുമൈക്കാട് വണ്ടിയുണ്ട്. എന്നിട്ട് പാമ്പുമൈക്കാട് ഇങ്ങോട്ടേക്ക് വണ്ടിയില്ല. അതിൻ്റെ പാമ്പുമൈക്കാട് അവിടെ കുറച്ച് ഇത്തിരി അങ്ങോട്ട് നീക്കി അവർ ഇറക്കുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഇത്തിരിയും കൂടെ നടക്കാനുള്ളൂ. ഇത്തിരി അങ്ങോട്ട് ഉള്ളിലോട്ട് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പാമ്പുമൈക്കാട് എത്തും. അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും അവിടെ നിന്ന് തന്നെ ബസ്സുണ്ട്. ഇത്തിരി അങ്ങോട്ട് നടന്ന് ഇത്തിരി അങ്ങോട്ട് നടന്നിട്ട് പുറത്ത് അവിടെ ഇറങ്ങി അങ്ങോട്ട് നിന്നാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ആ ബസ് വരും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ കൊടുങ്ങല്ലൂർ ചെന്ന് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് പറവൂർ ബസ്സിന് പോവാം. അപ്പോൾ ഈ ഏരിയയിലോട്ട് വന്നവർക്കൊക്കെ ഇങ്ങനെ വരാം. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ എനിക്ക് മൂക്കുത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എനിക്ക് മൂക്ക് ഇപ്പം എല്ലാവരും കുത്താറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡാണ് മൂക്കുത്തി. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് മൂക്കുത്തി ഉണ്ട്, പിന്നെ എൻ്റെ ചേച്ചിമാർക്കുണ്ട്, പിന്നെ എൻ്റെ ആൻറ്റിക്കൊക്കെ ഉണ്ട്, ചിറ്റയ്ക്ക്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ആൻറ്റിയൊക്കെ ഉണ്ടായിട്ട് ആൻറ്റിയൊക്കെ മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് ആൻറ്റിയൊക്കെ എന്ത് ചെയ്തു, അത് കൂരിക്കളഞ്ഞു. ആൻറ്റിക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പം ഞാൻ മൂക്ക് കുത്തുന്ന സമയത്ത് എൻ്റെ അമ്മയും പറഞ്ഞു അമ്മയ്ക്കുണ്ട് മൂക്ക് കുത്തി. അപ്പം അമ്മ പറഞ്ഞു മൂക്ക് കുത്തണ്ട, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ വച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം കല്ല് വയ്ക്കുമായിരുന്നു. കല്ല് വെച്ചപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, നീ മൂക്ക് കുത്തിക്കോളാനായിട്ട്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ കല്ലൊക്കെ വെച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു മൂക്ക് കുത്തിക്കോളാൻ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് നിനക്കെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു നീ കുത്തണ്ട. പിന്നെ എനിക്കെന്ന് വെച്ചാൽ വേദന സഹിക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു മുറിവ് പോലും എനിക്ക്, ഞാനങ്ങനെ വേദന സഹിക്കുന്നൊരു വ്യക്തിയല്ല. ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാലും എന്തോ മറ്റേ പറയില്ലേ വെണ്ണയിൽ ഉണ്ണി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനമാണ് ഞാൻ. പക്ഷെ എൻ്റെ അനിയൻ നേരെ ഓപ്പോസിറ്റാണ്.
അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിവ് വന്നാലൊന്നും അവനൊന്നും ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്, ഞാൻ അവൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം മൂക്കുത്തി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവില്ല, ഞാനത് സഹിക്കില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു അതുകൊണ്ട് മൂക്ക് കുത്തണ്ടെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് സ്റ്റഡ് കുത്താനായിട്ട് എൻ്റെ അനിയൻ പറഞ്ഞു, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ മൂക്കും കുത്തിക്കോ സെക്കൻഡ് സ്റ്റഡും കുത്തിക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നാം തന്നെ അമ്മയ്ക്കറിയാം, അമ്മ പറയാറുണ്ട് അവൾക്ക് വേദന സഹിക്കാൻ പറ്റില്ല, വെണ്ണയിലുണ്ണിയാണ്, അതുകൊണ്ട് വേദന സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുത്തണ്ടെന്നും പറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മൂക്കുത്തി ഉള്ളതുകൊണ്ട് നീ കുത്തണ്ട, നമുക്ക് ഒരിടയ്ക്ക് ഒരു ട്രെൻഡായിട്ട് നമ്മളെല്ലാവരും കുത്തും. പിന്നെ കുറേ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം മൂക്കുത്തി വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഊരിക്കളഞ്ഞാലും ആ പാട് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ എന്ത് ചെയ്ത് മൂക്ക് കുത്തണ്ട, നിനക്കിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കല്ലെന്തെങ്കിലും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ കല്ലല്ല വയ്ക്കണത്, ഇപ്പം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ മൂക്ക് നമുക്ക് പ്രസ് ചെയ്യണം, മൂക്കുത്തി ഉണ്ടല്ലോ അതാണ് ഞാൻ വയ്ക്കണത്. അത് ഫാൻസിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യണേ. ഇനി അത് കഴിഞ്ഞിട്ട് ഫാൻസി വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോൾഡിൻ്റെ ഇങ്ങനത്തെ കിട്ടും. പക്ഷേ ഗോൾഡിൻ്റെ എല്ലായിടത്തും കിട്ടില്ല, ചില കടകളിൽ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് വേണം പോകാനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണത്. അപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിടണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്ത് ഇത് വെച്ച് നോക്കാം, എന്നിട്ട് പിന്നെ ഗോൾഡിലോട്ട് കിടന്നാൽ മതി എന്നുള്ളൊരിത്. ഞാനേ ഇവിടെ ആദ്യം വന്നേക്കുമ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ചെറുപ്പത്തിലേ പറയുമായിരുന്നു, പാമ്പുമ്മേക്കാട് ഇങ്ങനെ ഒരു മനയുണ്ട്, അവിടെ ഇങ്ങനെ ഇതുമ്മയൊക്കെ മതിലുമ്മയൊക്കെ നിറച്ച് പാമ്പുകൾ ഇങ്ങനെ തല പൊക്കിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയും. ചെറുപ്പത്തിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നു, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കുള്ള പാമ്പാ, പറഞ്ഞാൽ ആ ശരിക്കുള്ള പാമ്പ് ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ മതിലുമ്മയൊക്കെ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പണ്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഫ്രണ്ടിൽ തന്നെ പാമ്പുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു തരും അമ്മ. അമ്മയും മോനും കൂടെ കണ്ട ഏതാണ്ടൊക്കെ എന്നെക്കുറിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നെ വാരാൻ കിട്ടുന്ന ഒരവസരം അവൻ പാഴാക്കൂല, അവൻ അത് മാക്സിമം യൂസ് ചെയ്യും. ഇത് കണ്ട അതുമ്മ ഇങ്ങനെ മതിലുമ്മയൊക്കെ പാമ്പിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ചെറുപ്പത്തിലെ. പക്ഷേ പിന്നീടല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലേ മതിലുമ്മയൊക്കെ അമ്മ പറഞ്ഞു ഒറിജിനൽ പാമ്പാണ് ഇരിക്കണേന്ന്. ഒറിജിനൽ പാമ്പല്ല, പാമ്പിൻ്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ പണിത് വെച്ചേക്കണതാണെന്ന് പിന്നീടാണ് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ അമ്മയുടെ ഓരോ തമാശകളെ ഇങ്ങനെ ഓരോ നുണകളൊക്കെ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കും. ഞങ്ങൾ കുഞ്ഞായിരുന്നുകൊണ്ട് അതൊക്കെ വിശ്വസിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ പാമ്പുമ്മേക്കാട് പോവാണ്. ഇനി അടുത്തത് കൊടുങ്ങല്ലൂർ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. വെയിലൊക്കെയാണ്, എങ്ങനെയാണ് അവസ്ഥയും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്, 2 മണി കഴിഞ്ഞ്. നമുക്ക് എന്തൊരു ദോഷമുണ്ടെങ്കിലും സർപ്പത്തിൻ്റെ പരമായ എന്ത് ദോഷമുണ്ടെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ദോഷങ്ങളെല്ലാം മാറും. ഇവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മേനോട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും ഇന്ന കാര്യങ്ങൾ ഇത്ര പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറും, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഏത് മതക്കാർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. നമുക്കിപ്പോൾ സർപ്പപരമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഏത് മതക്കാർക്കും വന്ന് പ്രാർത്ഥിക്കുക, അതിനൊരു പ്രശ്നമല്ല ഇവിടെ. ഞങ്ങളിത് അങ്ങനെ നടന്ന് കൊടുങ്ങല്ലൂർ താലപ്പൊലി കാണാനായിട്ട് ഇവിടെ എത്തി. ഇതവിടെ തൊട്ടിയാട്ടമൊക്കെ ഉണ്ട്, നല്ല തിരക്കാണ്. ഒരുത്തം ബാലപാഠമൊക്കെ വായിച്ചു പഠിക്കാൻ പോകണം. ആ അമ്മ മദർമ ആ ആട് ഗോട്ട് ഇതൊക്കെ കാണുമ്പോ പണ്ടത്തെ ഇതാണ് ഓർമ്മ വന്നത്. ആന ആനേനെ കണ്ടു കഴിഞ്ഞപ്പോ ആനേനെ കാണാൻ പോകുന്നു.
അമ്മ എന്നെ പാടിയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് വീട്ടിൽ വന്ന്. പക്ഷെ അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കൊടുങ്ങല്ലൂർ വെച്ച് ഞാൻ എന്ത് ചെയ്ത് ആനയുടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അമ്മയോടും മോനോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങളൊന്നും അവിടെ നിൽക്ക്, ഞാൻ ആനയുടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് വേഗം വരാമെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്ത് എൻ്റെ പുറകെ വന്നു. ഞാൻ എന്ത് ചെയ്ത് ആനയുടെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ തിരിച്ച് ഇവർ നിന്ന സ്പോട്ടിലോട്ട് ഇവരെ നോക്കി ഞാൻ ചെന്ന് നിന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരെ കാണാനില്ല. എൻ്റെ പുറകെ അവിടെ വന്നുകൊണ്ട് അവിടെ എവിടെയോ ഒരു ആലിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനിവരെ നോക്കാത്തതില്ല, കുറേ നേരം നോക്കി ഞാൻ അവിടെ ഇരുന്ന്. എൻ്റെ ഫോണിലാണ്, എൻ്റെ കയ്യിൽ ഈ ഫോണാണുള്ളത്, ഈ ഫോണിലാണെങ്കിൽ ബാലൻസ് ഇല്ല. അപ്പോൾ ഇങ്ങോട്ടും കോൾ വിളിക്കാൻ പറ്റില്ല, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പറ്റാത്ത ലെവലിലാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ തിരിച്ച് പോരാനായിട്ട് 10 പൈസയില്ല. ഞാൻ കുറേ നേരം അവിടെ നോക്കിയൊക്കെ നിന്ന്. ആൾക്കാരൊക്കെ എന്നെ നോക്കിയാണ്, ഞാൻ ആരെയോ നോക്കി നിൽക്കുകയാണെന്നുള്ള ലെവലിൽ. കുറേ ചേച്ചിമാരൊക്കെ എന്നിട്ട് കുറേ നേരം നോക്കിയെന്ന് ഞാൻ അവശതയായി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു. പക്ഷേ എൻ്റെ അനിയൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ടും കിട്ടണില്ല. എൻ്റെ കോള് സിമ്മ് കട്ടായിരുന്നു, ഈ ഫോണിൻ്റെ സിമ്മ് കട്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ ഫോൺ ഉണ്ടായില്ല, എൻ്റെ ഫോണൊക്കെ അമ്മയുടെ കയ്യിലായിരുന്നു. അമ്മയും മോനും ഞാനും ഞങ്ങൾ രണ്ടുപേരും വെവ്വേറെ വഴിയിലായിപ്പോയി. പക്ഷേ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായില്ല. പിന്നെ അതുകൂടാണ്ട് കാണാനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറ്റിയില്ല. തിരിച്ചൊക്കെ ഞാൻ കുറേ നേരം ഞാൻ നോക്കി അവശത, എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെന്നെ എന്നെങ്ങാനും ഉപേക്ഷിച്ചിട്ടേച്ച് പോയാന്നൊക്കെ ഓർത്തുകൊണ്ട്. അതേപോലെ തന്നെ അവരും എന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കായിരുന്നു, ആലിൻ്റെ മേലെ നിൽക്കായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എത്രയോ ഒരു 1.5 മണിക്കൂറോളം മിസ്സിങ് ആയി. അത്രയും നേരം ഞാൻ അവരെ നോക്കി, ഞാൻ അവിടെ ഇരുന്ന് ഇവരെങ്ങാനും പറ്റിക്കണതാണോ എന്നൊക്കെ ഓർത്ത്. വേണമെങ്കിൽ എങ്ങാനും ഇവിടെ എങ്ങാനും നിന്നിട്ട് എന്നെ കാണാഞ്ഞിട്ട് ഇനി എങ്ങാനും എന്നെ ഇട്ടേച്ച് പോകുമെന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര ഇതാണ്. ഞാനിങ്ങനെ വീട്ടിലോട്ട് പോരും, 10 പൈസ കയ്യിലില്ല എന്നൊക്കെ ഓർത്തപ്പോൾ ഇവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ. അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ എൻ്റെ മനസ്സിൽ പല വികാരങ്ങളൊക്കെ വന്നു. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് എന്നെ അവൻ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവൻ വേണമെങ്കിൽ എൻ്റെ ഫോണിൽ അവൻ റീചാർജ് ചെയ്യട്ടെ, എന്നിട്ട് അവൻ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് ഓർത്തു. കാരണം ഞാൻ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ ഞാൻ വന്നവിടെ നിൽക്കണുണ്ട്.
ഞാൻ അവിടെ നിന്ന് പോരൂല, എന്തൊക്കെ വന്നാലും പോരൂല, ഞാൻ അവിടെ തന്നെ കിടക്കുള്ളൂ, ഇവർ വേണമെങ്കിൽ വന്ന് തന്നെ കൊണ്ടുപോട്ടെ എന്നുള്ള ആ ഒരു ലെവലിൽ എനിക്ക് അങ്ങോട്ട് സങ്കടം വന്നിട്ട് പാടുണ്ടായില്ല. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടെ അവിടെ ആലിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് അവിടെ എന്നെ നോക്കിക്കൊണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം ഞാൻ അവരെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന്. എന്നിട്ട് ഇവരെന്നെ മൈൻഡൊന്നും ചെയ്യണില്ല, ഇവർ ആനയുടെ അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കൊണ്ടാണ് നിൽക്കണേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ പുറകെ പോയി വിളിച്ച് കഴിഞ്ഞപ്പോൾ നിന്നെ എത്ര നേരമായി വിളിക്കണം, നീ ഇത് എവിടെ ഇരുന്ന്, ഞങ്ങൾ നിന്നെ കാണാണ്ട് വിഷമിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവർ. ഞാൻ അവരെ കാണാണ്ട് വിഷമിച്ച് എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവർ വേറെ സ്ഥലത്ത് എവിടെയോ പോയി നിന്നുകൊണ്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. കാരണം പൈസയില്ല, അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ക്യാഷും ഉണ്ടായില്ല ഫോണിൽ. എൻ്റെ ഫോണിലാണെങ്കിൽ കുഴപ്പം, എൻ്റെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ മാത്രമേ ഞാൻ കയ്യിൽ പിടിച്ചുള്ളൂ. എൻ്റെ ഫോണാണെങ്കിൽ ഞാൻ നമ്മുടെ കൊടുത്തത്, എൻ്റെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ലായിരുന്നു. ജീൻസൊക്കെ ഇട്ടാണെങ്കിൽ എൻ്റെ ഫോൺ എത്രയായാലും കയ്യിൽ സേഫായിരിക്കും. അതേസമയം സാരിയും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ചുരിദാറൊക്കെ ഇടുമ്പോൾ ഫോൺ ഇങ്ങനെ പോക്കറ്റിൽ വെക്കാനുള്ള സംവിധാനമില്ലല്ലോ. അപ്പം ഞാൻ മിക്കവാറും ഒരു ഫോൺ മാത്രമേ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാറുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ അനിയൻ്റെ കയ്യിലോ കൊടുക്കും, രണ്ടും കൂടെ എനിക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം അടിപൊളിയായിരുന്നു. അവരവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു, ഞാനും തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷേ ഈ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വിഷമിച്ചു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇപ്പോൾ വീട്ടിലെത്തി. അടിപൊളിയായിരുന്നു.